നമ്മൾ ജുറോങ് ലേക്ക് ഗാർഡനിലാണ്. ലേക്ക് ഗാർഡനിലെ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ലേക്ക് ഗാർഡൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാണാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഈ ചൈനീസ് ഗാർഡൻ കുറേ കാലമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മളത് തുറക്കാൻ വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ലേക്ക് ഗാർഡനിലെ ഇവിടുത്തെ ഈ പാഷൻ വേവ് എന്ന് പറഞ്ഞ ഈ ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വള്ളങ്ങളുടെയൊക്കെ സമയമാണല്ലോ നമ്മുടെ നാട്ടിൽ. വള്ളങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. കയാക്കിങ്ങിനൊക്കെ ഇവിടെ സാധ്യതകളുണ്ട്. പണ്ടൊക്കെ ഞാനിവിടെ കയാക്കിങ്ങിനൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല. ഇപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ അമ്പര ചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്നു. അതിലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണാൻ പോകുന്നത് ഒരു റെയിൽവേ റെയിൽവേ ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. റെയിൽവേ ലൈനിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു നിമിഷങ്ങൾക്കൊക്കെ ഒരു മിനിറ്റിലൊക്കെ ഒരു ട്രെയിനൊക്കെ പാസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് കാണാൻ പ്രതീക്ഷിക്കാം, നമുക്ക് കാത്തിരിക്കാം, ഒരു ട്രെയിൻ വരുന്നത് കാത്തിരിക്കാം. അങ്ങനെ ആ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ പോകുന്നു. അതിൻ്റെ തൊട്ട് താഴെ തന്നെ റോഡുണ്ട്. റോഡിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്ന നമുക്ക് ദൂരെ കാഴ്ചയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പല ബിൽഡിങ്ങുകളുടെ ഒരു സമുച്ചയമാണ്. അങ്ങ് അകലെ കാണുന്ന ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അത് കനേഡിയൻ ഇൻ്റർനാഷണൽ സ്കൂളാണ്. അവിടുത്തെ വളരെ ഉയർന്ന ഫീസാണ്. എനിക്ക് തോന്നുന്നത് $10,000 പെർ മന്ത് ഒരു കുട്ടിക്കൊക്കെ. അതായത് ഏകദേശം 5-6 ലക്ഷം രൂപയൊക്കെ കുട്ടികൾക്ക് അവിടെ ആകുമെന്നൊക്കെയാണ് പറയുന്നത്. കനേഡിയൻ സ്കൂള് അതാ ട്രെയിൻ അവിടെ വരുന്നുണ്ട് കേട്ടോ. നോക്കിക്കോളൂ നിങ്ങൾ, ആ ട്രെയിൻ വരുന്നത് വളരെ മന്ദമായിട്ട് വരുന്നത്. അത്രയും ദൂരെ നിന്ന് ഉള്ള കാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ സ്പീഡ് കുറഞ്ഞാണ്. ചൈനീസ് ഗാർഡൻ MRTയോട് അടുക്കുന്നതുകൊണ്ട് തന്നെ സ്പീഡ് വളരെ കുറവാണ് ട്രെയിനിന്. അപ്പോൾ നമ്മളിങ്ങനെ ആ ട്രെയിനെ മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അടുത്തൊരു ട്രെയിനോടെ വരുന്നത് കാണാൻ പറ്റും പ്രതീക്ഷയോടെ. അതാ നമ്മളിങ്ങനെ ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ലൈനിൽ കൂടെ മറ്റൊരു ട്രെയിൻ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതാ വരുന്നു. അപ്പോൾ ഈ 2 ട്രെയിനും ക്രോസിങ് കേട്ടോ, 2 പാളത്തിലൂടെ തന്നെയാണ്. പേടിക്കൊന്നും വേണ്ട, കൂട്ടിയൊന്നും ഇടിക്കത്തില്ല. അതാ വരുന്നു, ഇവിടെ വന്ന് കൂട്ടി അതാ വന്നു. യെസ്, ഒരു ട്രെയിൻ അങ്ങോട്ട്, ഒരു ട്രെയിൻ ഇങ്ങോട്ട്, രണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ ബാക്കി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനിയുമുണ്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ ജുറോങ് ലേക്ക് ഗാർഡനെക്കുറിച്ചും ചൈനീസ് ഗാർഡനെക്കുറിച്ചും ഒക്കെ. നമ്മുടെ സ്വന്തം ജുറോങ് നാളെ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ലൈറ്റിങ്ങിൻ്റെയൊക്കെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ശുഭദിനം, ശുഭ സായാഹ്നം എല്ലാം നേർന്നുകൊണ്ട് വീണ്ടും നാളെ കാണാമെന്ന പ്രതീക്ഷയിൽ.